ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാവരും തന്നെ ഒരു ദിവസം തുടങ്ങുന്നത് മിക്കവാറും കിച്ചണിൽ നിന്നായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതിപ്പോ വലിയ മോഡേൺ കിച്ചൺ ആണെങ്കിലും ചെറിയൊരു അടുക്കളയാണെങ്കിലും നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലം കൺവീനിയന്റ് ആയിരിക്കണം. അതുപോലെ അടുക്കള എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ വേറൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഓണായിട്ട് ഒരു ചെറിയൊരു കിച്ചൺ അപ്ഡേഷനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കൂടെ തന്നെ ഓണം സ്പെഷ്യൽ ഒരു വിഭവം കൂടി കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കായയും ചേനയൊക്കെ അരിഞ്ഞ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇതെന്തായാലും മെഴുക്കുവരട്ടിക്കുള്ളതല്ല, കാരണം അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ നുറുക്കിയിട്ടുള്ളത്. പിന്നെ ഓണം സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുകയും ചെയ്യാലോ. അതെ, കുറുക്കുകാളനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോ കൽച്ചട്ടി വെച്ചിട്ടുള്ളത് ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ്, പഴയ രീതിയിലുള്ള അടുപ്പിലല്ല. കാരണം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ കൽച്ചട്ടിയിൽ പാകം ചെയ്ത് കഴിക്കണതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഫ്ലാറ്റുകളിലൊന്നും അടുപ്പുണ്ടാവണമെന്നില്ല. അപ്പോൾ ഗ്യാസിൽ വെക്കാവുന്നതേ ഉള്ളൂ. ഞാൻ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നല്ലോ, ഓണമായിട്ടുള്ള നമ്മുടെ കിച്ചണിന്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഗ്യാസ് സ്റ്റവ് പുതിയതായിട്ട് വന്നു നമ്മുടെ അടുക്കളയിലേക്ക്. അത് വി ഗാർഡിന്റെ 3 ബർണറുള്ള ഗ്യാസ് സ്റ്റവ് ആണ്. അപ്പൊ അതിലാണ് ഞാനിപ്പോ ഈ കൽച്ചട്ടി വെച്ച് നിങ്ങളെ കാണിച്ചു തരണത്. അത് അടി പിടിക്കില്ല, അല്ലെങ്കിൽ അതിന് ക്രാക്ക് വരില്ല എന്നുള്ളത്. കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കായയുടെയും ചേനയുടെയും കഷ്ണങ്ങൾ ചേർക്കുകയാണ്. വളരെ കുറച്ച് അളവിലാണ് കേട്ടോ കുറുക്കുകാളൻ ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ നേന്ത്രക്കായ തൊലി ചെറുതായിട്ട് ചീന്തിയത് എടുത്തിട്ടുണ്ട്. ചേനയുടെ കഷ്ണം പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ കാളന് നുറുക്കുക. ഇങ്ങനത്തെ കഷ്ണം ഒരു 5-6 കഷ്ണം ചേന, ഒരു ചെറിയ നേന്ത്രക്കായ്ക്ക്, അതാണ് അളവ്. ഇനി ഈ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ പൊടികൾ ചേർക്കുകയാണ് കേട്ടോ. അളവ് പറയാം. മുളക് പൊടിയുടെ അളവ് 3/4 ടേബിൾ സ്പൂൺ ആണ്. മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ ആണ്. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആണ്. ഈ പൊടിയിൽ കിടന്നിട്ട് തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഒന്ന് കുറുകി കഷ്ണങ്ങളൊന്ന് വെന്ത് വരണം. വെള്ളം വറ്റി കഷ്ണം ഏകദേശം പകുതി 3/4 ഭാഗം വേവാകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കണത്. അതിനോടൊപ്പം തന്നെ തൈര് കൂടി ചേർക്കുകയാണ്. 3/4 ലിറ്റർ മുതൽ 1 ലിറ്റർ വരെ തൈര് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് നേർപ്പിച്ച് ചേർക്കണം. അത് തൈരിന്റെ പുളി അനുസരിച്ചിട്ടാണ്. ഈ കുറുക്ക് കാളൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 2 പ്രാവശ്യം ഇതിൽ കുറുക്കിയെടുക്കേണ്ടതായിട്ട് വരും. ഒന്ന്, ഈ ഒരു പുളിച്ച മോരൊഴിച്ചിട്ട് മോര് നല്ലപോലെ കുറുകി വരണം. അതിനുശേഷം അരപ്പ് ചേർത്തിട്ട് അരപ്പും കൂടി കുറുകി വരണം. അപ്പൊ കൽച്ചട്ടിയിൽ വെക്കണോണ്ട് തന്നെ അത് പെട്ടെന്ന് ചൂട് നന്നായിട്ട് നിൽക്കുന്നതാണ്, തങ്ങി നിൽക്കുന്നതാണ് ഈ കൽച്ചട്ടി എന്ന് പറയുന്നത്. അപ്പോഴാണ് കാളന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് കിട്ടാൻ എളുപ്പം. സ്റ്റീലിൽ വെച്ചാൽ പറ്റില്ല എന്നല്ല കേട്ടോ, കുറച്ചധികം സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇത് ഇപ്പൊ നന്നായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സിമ്മായിട്ട് ഇടണം. എല്ലാവരും ചോദിക്കൂലോ, നമ്മൾ ഈ പുളിച്ച മോരൊഴിക്കുമ്പോൾ അതിങ്ങനെ പിരിയണ പോലെ തോന്നുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കുറുകി കിട്ടണില്ല എന്നുള്ളത്. അതിന്റെ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ എടുക്കണത് പുളിയില്ലാത്ത മോരാണെങ്കിൽ ഉറപ്പായിട്ടും പിരിയും. പുളിച്ച മോരാണെങ്കിൽ പിരിയില്ല. രണ്ടാമത്തത് അതിന്റെ ചൂട്. ചൂട് എപ്പോഴും ഈവൺ ആയിട്ടുള്ള ഒരു ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മാത്രമാണ് കുറുകിയും കിട്ടുള്ളൂ, കൽച്ചട്ടിക്ക് കേട് വരാതെയും ഇരിക്കുള്ളൂ. ഇനി മോരിൽ കുറുക്കി എടുക്കുന്നത് നമ്മൾ സിമ്മിലാക്കി ഇട്ടിട്ട് വേണം കേട്ടോ. നമ്മൾ ഇതിന്റെ അരപ്പിന് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഒരു വലിയ തേങ്ങ, 2 പച്ചമുളക്. 2 പച്ചമുളക് എരിവുള്ളതുകൊണ്ടാണ്, കാരണം കുരുമുളക് പൊടിയും മുളക് പൊടിയും നമ്മൾ എരിവിന് വേണ്ടി ചേർത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം വേണ്ട, നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക. അപ്പം മോര് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചതാണ് കേട്ടോ. തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി, അതുപോലെ കുറച്ച് നല്ലോണം കറിവേപ്പിലയും വേണം. അപ്പോൾ കറിവേപ്പില ഒരു 4-5 തണ്ട് ഇങ്ങനെ ഇതുപോലെ ഉതിർത്തി അത് നല്ലോണം ഒന്ന് പിച്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ വറുത്തിടുമ്പോൾ അവസാനം നമുക്ക് കറിവേപ്പില ചേർക്കണം. അതുപോലെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതും ചേർക്കുകയാണ്. ഈ പേസ്റ്റ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ സിമ്മിൽ വെച്ചിട്ടാണ് മോര് കുറുക്കി എടുത്തതെന്നുണ്ടെങ്കിൽ നാളികേരം അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുറുക്കി എടുക്കാനായിട്ട്. അങ്ങനെ ക്ഷമയോടുകൂടി കുറുക്കിയെടുത്ത് വറുത്തിടുകയാണ്. നല്ലോണം വെളിച്ചെണ്ണയിൽ 1.5 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തിട്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അങ്ങനെ മിക്സ് ചെയ്തിട്ട് വറുത്തിടുകയാണെങ്കിൽ ഒന്നും കൂടി സ്വാദാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കുറുക്ക് കാളൻ. കാളൻ അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. കുരുമുളകിന്റെ വാസന ഇങ്ങനെ വരുമ്പോൾ തന്നെ കാളന്റെ ഒരു വാസന ഉണ്ടല്ലോ, അപ്പൊ തന്നെ നമുക്കൊരു സദ്യ എന്നുള്ള ഒരു ഇതാണ്. ശരിക്കും സദ്യ ഉണ്ണണ പോലെയാണ് ഇപ്പൊ തോന്നുന്നത്. വേറെ ഒരു കൂട്ടങ്ങളും ഇല്ലെങ്കിലും കാളന്റെ വാസന മാത്രം മതി.
അപ്പൊ ഇനി പാത്രപാകം എന്ന് പറഞ്ഞിട്ടൊരു പാകം കൂടിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോ 2 ദിവസം ഇരുന്നിട്ട് കാളം കഴിക്കുന്നതാണ് ഏറ്റവും സ്വാദ്. കൽച്ചട്ടിക്ക് നല്ലോണം ചൂടുണ്ടല്ലോ, അതിലിരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി നല്ല കട്ടിക്കാളനായിട്ട് നാളേക്കോ മറ്റന്നാളേക്കോ നല്ല സൂപ്പർ ആയിട്ട് വരും ചെയ്യും. അപ്പോൾ ഇപ്പൊ കണ്ടുല്ലോ, നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചു. ഞാനിത് പഴയൊരു കൽച്ചട്ടിയാണ്, മുത്തശ്ശി അത് അടുപ്പിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, അന്ന് ഗ്യാസ് ഇല്ല. അതിനുശേഷം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അടുപ്പ് ഉപയോഗിക്കാറില്ല, ഗ്യാസിൽ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൽച്ചട്ടിക്ക് യാതൊരു വിധത്തിലുള്ള ക്രാക്കും വന്നിട്ടില്ല. അത് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കൺട്രോൾ ഉണ്ടല്ലോ നമുക്ക്, ആ ഒരു ടെമ്പറേച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഹീറ്റിന്റെ കൺട്രോൾ ശരിയായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൽച്ചട്ടി ഗ്യാസിൽ വെച്ചുകൊണ്ട് ക്രാക്ക് ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഓണത്തിന് ഞാൻ പറഞ്ഞൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ വി-ഗാർഡിന്റെ ഇൻസൈറ്റ് 3D. അപ്പോൾ അത് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് താല്പര്യമുള്ളവർ വാങ്ങിച്ചോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.